ഹലോ ഗായ്സ്, നമുക്കിന്ന് ആലിയ കട്ട് ടൈപ്പ് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്താലോ? അതിന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമ്മളിവിടെ കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. രണ്ടായി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുർത്തിൻ്റെ യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും നെക്ക് ലെങ്ത്ത് 4.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് സ്ക്വയർ ചെയ്തെടുക്കാം. നമ്മളിവിടെ വി നെക്കാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. അതിന് ഞാനിവിടെ 3.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ആം ഹോൾ എടുക്കുന്നത് 7 ഇഞ്ചാണ്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് നോക്കാം. ചെസ്റ്റ് ടോട്ടൽ 23 ഇഞ്ചാണ് വേണ്ടത്. അതിന് ഞാനിവിടെ 11.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തയ്യൽ തുമ്പ് അടക്കം 1 ഇഞ്ച് കൂട്ടിയിട്ട് 12.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് നോക്കാം. ലെങ്ത്ത് ഞാനിവിടെ 18 ഇഞ്ചാണ് എടുക്കുന്നത്. 18 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് ആം ഹോളെ നമുക്ക് ഒന്ന് ഉള്ളിലോട്ട് കുഴിച്ച് മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ഞാൻ ആദ്യം ഷോൾഡർ സ്ലോപ്പാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് മാർക്ക് ചെയ്ത മാർക്കിങ്ങിലൂടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് വരാം. ഫ്രണ്ട് യോക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഞാനിവിടെ 2.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ആലിയ കട്ട് ടൈപ്പാണെന്ന് പറഞ്ഞില്ലേ, അതിന് നമ്മൾ ഫ്രണ്ടത്തെ പീസ് എടുത്തിട്ട് 4.5 ഇഞ്ച് മുകളിലോട്ട് സെൻറ്റർ ഭാഗം മടക്കിയിട്ട് 4.5 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തി വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി ടോപ്പിൻ്റെ ബോട്ടം ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അതിന് ഞാൻ 29 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് അലവൻസ് അടക്കം 30 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. മുകളിൽ നമ്മൾ കട്ടിങ് കൊടുത്തതുപോലെ തന്നെ അടിയിലെ പീസിൽ നമ്മൾ അതേപോലെ സെയിം കട്ടിങ് കൊടുക്കണം. 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് സെയിം കട്ടിങ് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ഫ്രണ്ട് ബോഡി ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗവും ഇതേ സെയിം രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ബാക്കിൽ നമ്മൾ ആലിയ കട്ട് കൊടുക്കുന്നില്ല, സാധാ പ്ലീറ്റ് ഇട്ട് കട്ടിങ്ങാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിന് ഞാൻ ആം ഹോള് 9 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അടിയിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കുഴിച്ച് വരച്ചു കൊടുക്കുക. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 18 ഇഞ്ചാണ്. സ്ലീവിൻ്റെ എൻഡിൽ വിഡ്ത്ത് 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം.
അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കൈയും സെയിം അളവിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. രണ്ടാമത്തെ കൈയും നമ്മൾ ഫസ്റ്റ് അളവെടുത്ത പോലെ തന്നെ അളവെടുത്ത് കട്ട് ചെയ്യണമെന്നില്ല. ഫസ്റ്റത്തെ പീസ് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ കട്ടിങ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം ഫ്രണ്ട് പീസിന് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ അളവിൽ ഞാൻ ഒരു പീസ് 1 ഇഞ്ച് അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രണ്ട് പീസുമ്മേ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും സെയിമായി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തു. ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസും പാടെ ഷോൾഡർ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ യോക്ക് ഭാഗം നെക്ക് ഫിനിഷിങ് കഴിഞ്ഞു, ഷോൾഡറും ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബോട്ടം ഭാഗം, ടോപ്പിൻ്റെ ബോട്ടം ഭാഗം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഞാൻ ആദ്യം ഫസ്റ്റ് ബാക്ക് ഭാഗമാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ബോട്ടം ബാക്ക് ഭാഗം ഫുള്ള് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു. ടോട്ടൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 25 ഇഞ്ചാണ് കിട്ടേണ്ടത്. 25 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടിക്കണു. ഇനി നമുക്ക് ഫ്രണ്ട് പീസും അതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് വരാം. ബാക്ക് ഭാഗവും ഫ്രണ്ട് പീസും നമ്മൾ പ്ലീറ്റ്സ് ഫുൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് യോക്ക് പാർട്ടുമായിട്ട് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ഫ്രണ്ട് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. യോക്ക് പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗവും ബോട്ടം പാർട്ടും പാടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം നമുക്ക്. ഇനി നമുക്ക് സൈഡ്, ടോപ്പിൻ്റെ സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ കൈക്കുഴി 9.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡ് ഓപ്പൺ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്രയാണ് സൈഡ് ഓപ്പൺ കൊടുക്കേണ്ടത് ഞാൻ ഓരോരുത്തർക്കും വേണ്ട അളവിനനുസരിച്ചിട്ട് സൈഡ് ഓപ്പൺ കൊടുക്കാം. ഞാനിവിടെ 17.5 ഇഞ്ചാണ് സൈഡ് ഓപ്പണിന് കൊടുക്കുന്നത്. ഷേപ്പ് ചെയ്യുന്നത് 17.5 ഇഞ്ച് വരെയാണ്. അപ്പോൾ നമുക്ക് 2 സൈഡൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം.
ഇപ്പോൾ നമ്മൾ 2 സൈഡും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ അടിഭാഗവും അതുപോലെ തന്നെ സൈഡ് ഓപ്പൺ കൊടുത്ത ഭാഗവും മടക്കി തയ്ക്കുക. അപ്പോൾ എങ്ങനെ മടക്കി തയ്ക്കണമെന്ന് നോക്കുക. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അതിന് സ്ലീവിൻ്റെ എൻഡിൽ മടക്കി തയ്ക്കുക. എന്നിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആലിയ കട്ട് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോപ്പ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.